കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ വിടുതൽ കണ്ണുകൊണ്ട് കാണുകയും ശരീരത്തിൽ അനുഭവിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവര് ഇന്നത്തെ അതികഠിനമായ ശോധനയുടെ നിലവിൽ പകച്ചു നിൽക്കുകയാണ്, വിശ്വസിക്കാൻ കഴിയാതെ. എനിക്ക് കരകയറാൻ പറ്റുമോ? എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റുമോ? എനിക്കൊരു സൗഖ്യം ഉണ്ടാകുമോ? എൻ്റെ കാര്യത്തിന് പരിഹാരം ഉണ്ടാകുമോ? അപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം വിടുവിച്ച ഓർമ്മയുണ്ടെങ്കിലും പക്ഷെ ഇന്നത്തെ പ്രശ്നത്തെ അതിജീവിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ഇങ്ങനെ ഭാരപ്പെട്ട് വിഷമിച്ച് നിൽക്കുന്നവരോട് പരിശുദ്ധാത്മ പറയുകയാണ്, നിങ്ങൾ ഇടറിപ്പോകരുത്, തളർന്നു പോകരുത്. ദൈവത്തിന് എല്ലാ പ്രതിസന്ധികൾക്ക് അപ്പുറത്തും ഒരു പദ്ധതിയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാത്ത വലിയ പ്രതിസന്ധി ആയിരിക്കും ഇന്ന് നിങ്ങൾ നേരിടുന്നത്. പക്ഷെ ഇതിനകത്തും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഒരുപക്ഷെ ഇതൊരു പരിശോധനയായിരിക്കാം. ഇന്നത്തെ ധ്യാനം മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ സംശയിക്കുന്ന ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. യോഹന്നാൻ യേശുവിനെ സംശയിക്കെ യോഹന്നാൻ സ്നാപകൻ തടവിൽ കിടക്കുമ്പോൾ യേശുവിനെ സംശയിച്ച് ശിഷ്യന്മാരെ അയച്ചിട്ട് യേശുവിന്റെ അടുക്കൽ അയച്ചിട്ട് പറയാണ്, നീ വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണം? ലാസ്റ്റ് യേശു ചില കാര്യങ്ങൾക്ക് ശേഷം യേശു പറയാണ്, എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. യോഹന്നാന് ശിഷ്യന്മാരെ യേശുവിന്റെ അടുക്കലേക്ക് അയച്ചപ്പോൾ യേശുവിനോട് പറയുകയാണ്, ഞങ്ങൾ കാത്തിരിക്കണോ, നീ വിടുവിക്കുവോ രക്ഷിക്കുവോ? അപ്പൊ പെട്ടെന്ന് തന്നെ യേശു അവരോടൊന്നും പറഞ്ഞില്ല. വന്നവരോട് പറയാതെ അവിടെ ഇരുന്ന രോഗികളെ സൗഖ്യമാക്കി, മുടന്തന്മാർക്ക് വിടുതൽ കൊടുത്തു, കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു. അവിടെ ഇരിക്കുന്നു യേശു എന്നിട്ട് അവരോട് പറയാണ്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുന്നു. ഇത്രയും കാര്യം ചെന്ന് യോഹന്നാനോട് പോയി പറയാൻ പറഞ്ഞു. അടുത്താണ്, എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഇന്നത്തെ പ്രശ്നത്തിൽ നിങ്ങൾ ഒരു പരിഹാരം കണ്ടില്ലെങ്കിലും കർത്താവ് തന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം ഇന്നത്തെ നിങ്ങളുടെ പ്രശ്നത്തിൽ ദൈവം ഇടപെട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നില്ലെന്ന് ചിന്തിക്കേണ്ട. എന്തോ നിങ്ങളുടെ വിഷയത്തിൽ ദൈവത്തിന് മറ്റൊരു പദ്ധതി ഉണ്ട്. ദൈവം ശക്തനാണ്, ദൈവം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ദൈവത്തെ സംശയിക്കേണ്ട. ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകനാണ് യേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്തിയത്, അല്ലെങ്കിൽ യഹൂദന്മാരെ പറഞ്ഞു വിശ്വസിപ്പിച്ചത് യോഹന്നാൻ സ്നാപകനാണ്. യോഹന്നാൻ സ്നാപകന്റെ വരവിനെ കുറിച്ച് നേരത്തെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ ആരായിരിക്കും, യോഹന്നാന് എന്തായിരിക്കും പദ്ധതി എന്നുള്ളതിനെ കുറിച്ച് യേശു അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന്റെ പുത്രനും വഴിയൊരുക്കുന്നവനാണ് യോഹന്നാൻ എന്ന് യോഹന്നാനെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. ഇനി യേശുവിന്റെ വരവിനെ കുറിച്ചും യോഹന്നാൻ വഴികാട്ടിയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി യേശു ലോകത്തിലേക്ക് യഹൂദന്മാരുടെ ഇടയിലേക്കും ഗലീലിലേക്കും വന്നപ്പോൾ ഇത് ദൈവത്തിന്റെ പുത്രനാണെന്ന് വെളിപ്പാട് കിട്ടി പരിചയപ്പെടുത്തി യോഹന്നാൻ പറഞ്ഞു കൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവ് ആരുടെ മേൽ പ്രാവുന്ന രൂപത്തിൽ വരുന്നത് കാണുമോ അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നവരായിരിക്കുമെന്ന് യോഹന്നാന് ദൈവം അടയാളം കൊടുത്തു. അപ്പൊ ഇങ്ങനെ അടയാളം കിട്ടി വിശ്വസിച്ച് യേശുവിനെ സ്നാനപ്പെടുത്തിയ സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവുന്ന രൂപത്തിൽ വന്നതും ഇവരെന്റെ പ്രിയപുത്രൻ, ഇവരെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് കേട്ടതൊക്കെ യോഹന്നാൻ നേരിട്ട് കേട്ടതുമാണ്. അപ്പൊ ഇത്രയധികം യോഹന്നാന് മാത്രമേ യേശുവിനെ കുറിച്ച് ഉറപ്പുള്ളൂ. ഇത്രയധികം ഉറപ്പ് വേറെ ആർക്കും ലോകത്തിൽ കിട്ടിയിരുന്നില്ല. യേശു ദൈവപുത്രനാണെന്നുള്ളതിന്റെ അക്ഷരികമായും കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതും വചനത്തിൽ നിന്ന് ലഭിക്കുന്നതുമായ ആലോചന. അപ്പൊ അത്ര ഉറപ്പുള്ളൊരു വ്യക്തി പിൽക്കാലത്ത് തടവിലാക്കപ്പെട്ടപ്പോൾ സംശയിക്കുകയാണ്, എന്താ ദൈവം എന്നെ വിടുവിക്കാത്തത്, യേശു എന്നെ എന്താ രക്ഷിക്കാത്തത്, സംശയിച്ചു പോവുകയാണ്. നമ്മൾ ഒരിക്കലും സംശയം സ്വാഭാവികമാകുമെന്ന്. സംശയം അങ്ങനെ സ്വാഭാവികമാകണമെന്നില്ല. ഞാൻ പറഞ്ഞില്ല, ലോകത്തിൽ യേശുവിനെ ഇത്രയധികം വെളിപ്പാട് കൊണ്ട് വെളിപ്പെടുത്തുകയും അല്ലാതെ അക്ഷരികമായി കാഴ്ച കൊണ്ടും സംഭവങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും ഒക്കെ മനസ്സിലായി വെളിപ്പെടുത്തുകയും ചെയ്ത വ്യക്തി പെട്ടെന്ന് ചിന്തിക്കുക, മാറ്റി ചിന്തിക്കുക. അവിടെ യേശു കുറ്റം പറയാതെ ആ അടയാളങ്ങൾ വീണ്ടും കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ പോയി ഇതൊക്കെ പറയണം. കർത്താവിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ വരുമ്പോൾ സംശയിച്ചു പോകാറില്ലേ? സംശയിക്കരുത്. കഴിഞ്ഞ നാളുകളിൽ ദൈവം നൽകിയ വിടുതലുകളെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായി ഇടപെട്ട ചില അനുഭവങ്ങളില്ലേ? മരണത്തിൽ നിന്ന് ദൈവം തന്ന വിടുതലില്ലേ? ദൈവത്തിന്റെ രക്ഷയുടെ കരം തേടി വന്ന് നമ്മളെ വിടുവിച്ചില്ലേ? ഹല്ലേലൂയ. കർത്താവിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. തളർന്നു പോകരുത്, കർത്താവ് വരും.
സമയമാകുമ്പോൾ കർത്താവ് വരും. ഹല്ലേലൂയ. യേശു ശിഷ്യന്മാരുടെ പടകിൽ ഉണ്ടായിരുന്നപ്പോൾ കാറ്റടിച്ചു, യേശുവിനെ എഴുന്നേൽപ്പിച്ചു, കാറ്റ് ശാന്തമായി. പക്ഷെ പടകിൽ ഇല്ലാത്തൊരു സമയം ഉണ്ടപ്പോൾ എന്തു ചെയ്യും? ഭയപ്പെട്ടു. രാത്രിയുടെ 4-ാം യാമം വരെയും അവര് ഭീതിയിലായിരുന്നു. വിടുതൽ ഉണ്ടാകുമോ, രക്ഷപ്പെടുമോ എന്നുള്ള ചിന്തയെല്ലാം പോയായിരുന്നു. പക്ഷെ അവിടെ യേശു വന്നില്ലേ? പൗലോസ് റോമിലേക്കുള്ള കപ്പൽ യാത്രയിൽ 14 ദിവസം സൂര്യനെയും ചന്ദ്രനെയും കാണാതെ ഇരുട്ടിൽ കപ്പൽ സിഗ്നൽ എല്ലാം നശിച്ച് നാശത്തിലേക്ക് പോകുന്ന സമയത്തും അത്രയും ദിവസം എല്ലാ പ്രതീക്ഷയും എല്ലാവരും വിട്ടപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവിടെ പൗലോസിനോട് സംസാരിക്കാൻ വന്നില്ലേ? സംസാരിച്ച് മാത്രമല്ല, അവനെ വിടുവിച്ചില്ലേ? ദൈവം വരും, ദൈവം പ്രവർത്തിക്കും. നമ്മൾ പ്രതീക്ഷിച്ച ആ ദിവസമല്ല, അതിനപ്പുറത്തേക്ക് ദൈവം കൊണ്ടുപോവുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഏത് അതിരുണ്ടെങ്കിൽ, ഇത്ര അതിര് അവിടെ വരെ ഉണ്ടാകുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നതിന്റെ അപ്പുറത്ത് ദൈവം കൊണ്ടുപോയിട്ടാണ് ദൈവത്തിന്റെ വിടുതൽ ചിലപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കരുത്. പത്മോസിന്റെ ഏകാന്തതയിൽ ആരും എത്തില്ല, ഇനി ആരും പ്രതീക്ഷിക്കേണ്ട, യോഹന്നാൻ പോയി എന്ന് പറഞ്ഞിടത്താണ് ദൈവപുത്രൻ അവിടെ ഇറങ്ങി വന്നിട്ട് യോഹന്നാനെ സംസാരിച്ച് യോഹന്നാനെ സ്വർഗത്തിൽ കൊണ്ടുപോയി ദർശനം നൽകി തിരിച്ചവനെ പത്മോസിൽ കൊണ്ടുവന്നു. തിരിച്ചവിടുന്ന് എഫെസോസിൽ വന്ന അവരെ ദൈവിക പദ്ധതിയിൽ ഉപയോഗിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. സംശയിക്കേണ്ട, നമ്മുടെ ദൈവം സർവശക്തൻ, നമ്മുടെ ദൈവം വിശ്വസ്തൻ. എബ്രായ ലേഖനം 10:38 വാക്യത്തിലിരിക്കുന്നു, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുവാണെങ്കിൽ, കുറ്റം പറഞ്ഞ് വെറുതെറുത്ത് പിന്മാറുവാണെങ്കിൽ നാശത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ വിശ്വസിക്കുന്നവർ ജീവരക്ഷ പ്രാപിക്കും. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇളറിപ്പോകരുതേ, തളർന്നു പോകരുതേ, കർത്താവ് കൂടെയുണ്ട്. ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നത് തന്നെ നിങ്ങളെ ധൈര്യപ്പെടുത്താനാ. അല്പസമയം മുമ്പോട്ട് പോയാലും ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകും. അതിനകത്ത് ദൈവത്തിന്റെ മറ്റൊരു ഉദ്ദേശവും കൂടെ ഉണ്ട്. ഹല്ലേലൂയ. സകല മാനുഷികമായ ബോർഡർ ലൈനും അപ്പുറത്തേക്കും ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ഇത് പ്രവർത്തിക്കാനുള്ള ദൈവത്തിന്റെ സമയമായിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്നത്തെ ഈ വചന സന്ദേശം കേട്ട കർത്താവെ, പലതരത്തിൽ മനസ്സ് തകർന്നിരിക്കുന്നവരും കാലങ്ങളായി ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്നിട്ട് വിടുതൽ കാണാതിരിക്കുന്നവരൊക്കെ ഒത്തിരി ആകുലപ്പെട്ടിരിക്കുന്നല്ലോ. ഇപ്പൊ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ അവർക്ക് ധൈര്യം നൽകണമേ കർത്താവെ. പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യുന്ന അറിയാതിരിക്കുന്നിടത്തേക്ക് കർത്താവ് ഇറങ്ങി വരുമല്ലോ. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്ന ദൈവം, അവിടെ നിന്നും അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം. മുടന്തർ നടക്കുന്നു, കുരുടർ കാണുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ഇളയവരോട് ശബ്ദവർത്തമാനം ഘോഷിക്കുന്നു. അവിടുത്തെ ശക്തി ഇന്നും കുറഞ്ഞിട്ടില്ല, അവിടെ നിന്നും പ്രവർത്തിക്കുന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവരുടെ ജീവിതത്തിന്റെ അവരുടെ വിഷയത്തിലും വ്യക്തിപരമായ വിഷയത്തിലും കർത്താവ് ഇടപെടണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യണമേ. നിന്റെ സന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകട്ടെ. വലിയൊരു വിടുതൽ കർത്താവിന്റെ മക്കൾ കാണട്ടെ. ഉറച്ചു നിൽക്കട്ടെ. ഒന്നിലും തളർന്നു പോകാൻ, പതറിപ്പോകാൻ, പിന്മാറിപ്പോകാൻ അനുവദിക്കരുത്. നന്മയാകിലും തിന്മയാകിലും കർത്താവ് അറിയാതൊന്നും സംഭവിക്കില്ല. അവിടുന്ന് സന്നിധിയിൽ ഉറച്ചു നിൽക്കാനിടയാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് കൂടെ ഉണ്ട്. ധൈര്യമായിട്ടിരിക്കുക. തളർന്നു പോകരുത്, ഇടറിപ്പോകരുത്. കർത്താവ് തക്ക സമയത്ത് അത്ഭുതങ്ങളെ ചെയ്യും. നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, ഇതുവരെ ഈ സന്ദേശം കേട്ടിട്ടില്ലാത്ത ആളുകൾക്ക് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ സന്ദേശം ഷെയർ ചെയ്യാം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.